Good morning, students. Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Good morning. Morning, ma'am. Good Okay, morning. I am English teacher. Okay, Okay. I am going to Okay, take you ma'am. grammar Okay. classes. എല്ലാരും മ്യൂട്ട് ആക്ക കേട്ടാ. എല്ലാരും ഒരു ബുക്ക്, മിസ്സിന്റെ പേരിലൊരു ബുക്ക് സൂക്ഷിക്കണം കേട്ടോ. മിസ്സിന്റെ പേരെന്താണ്? My name is Archana Arvind. I am your English teacher, English grammar. Okay. Okay, ma'am. Okay. Okay, ma'am. Okay, ma'am. Okay, ma'am. മ്യൂട്ട് ആക്ക കേട്ടാ. മ്യൂട്ട് എല്ലാരും മ്യൂട്ട് ആക്കിയോ? ഓക്കെ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാണോ എല്ലാരും? No, ma'am. നല്ല ക്ലാസ് ആയിരുന്നു. അല്ലേ? ആ, നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ. ഓക്കെ, ഓക്കെ, മാം. ഓക്കെ, മാം. ഫസ്റ്റ് നമുക്ക് സെന്റൻസ്. ഓക്കെ, സെന്റൻസ് എന്താണ് നോക്കാം. സെന്റൻസ് സെന്റൻസ്. വാട്ട് ഡു യു മീൻ ബൈ സെന്റൻസ്? സെന്റൻസ് പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദസമൂഹത്തെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് കംപ്ലീറ്റ് ഇൻ തോട്ട്. അതിന്റെയാണ് എന്താ പറയുക സെന്റൻസ് പറയുന്നത്. പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദസമൂഹത്തെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് വേർഡ്സ്, ഒരു പദസമൂഹം, അതിനൊരു പൂർണ്ണമായ അർത്ഥം നൽകുന്നതിനെയാണ് എന്ത് പറയാ? സെന്റൻസ് എന്ന് പറയാം. ഉദാഹരണത്തിന് ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ഓക്കെ, എ സെന്റൻസ് ഹാസ് ടു പാർട്സ്. ഫസ്റ്റ് വൺ സബ്ജക്ട്. സെന്റൻസിൽ രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് സബ്ജക്ട്, ഓക്കെ, പിന്നെ predicate. Sentence has two parts, one subject and another predicate. ഓക്കെ, എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റി പറയുന്നു, ആരെ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? A sentence. What do you mean by a sentence? A sentence is a group of words. എന്തോ? സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് words. A set of, അല്ലെ, ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു പദസമൂഹം. A sentence is a set of words which is complete in itself. എന്ന് പറഞ്ഞാൽ ഒരു പദസമൂഹം, ഒരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദസമൂഹത്തെയാണ് സെന്റൻസ് എന്ന് പറയുന്നത്. കിട്ടിയാൽ ഇനി സെന്റൻസിന് എവരി സെന്റൻസ് ഹാസ് ടു പാർട്സ്. എന്തൊക്കെയാണ്? എല്ലാ സെന്റൻസിലും രണ്ട് പാർട്ടുകൾ ഉണ്ടാവും. സബ്ജക്ട്, പ്രെഡിക്കേറ്റ്. ഗുഡ്. സബ്ജക്ട്, പ്രെഡിക്കേറ്റ്. ഓക്കെ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്ട് മീൻസ് ആരെ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയും, ആരെ അല്ലെങ്കിൽ a person or a thing. A subject denotes a person or a thing. ആരെ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പാർട്ട്, ഏത് ഭാഗമാണോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. ദ പാർട്ട് വിച്ച് ടെൽസ് അബൌട്ട്, ദ പാർട്ട് വിച്ച് ടെൽസ് അബൌട്ട് ദ സബ്ജക്ട് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. ഓക്കെ, ആരെ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നോ അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റിന്റെ ഒരു ഭാഗം, അതിനെ സബ്ജക്റ്റിന്റെ ആ ഭാഗം പറയുന്ന, സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ദ ബോയ് ate, the boy ate an apple, the boy ate an apple. ഇതിനകത്ത് സബ്ജക്ട് എന്ന് പറയൂ. സബ്ജക്ട് ഏതായിരിക്കും? ആരെ പറ്റി പറയുന്നോ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നോ അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും സബ്ജക്ട്? ബോയ്. ഇനി പ്രെഡിക്കേറ്റ് എന്തായിരിക്കും? ഏതൊരു ഓക്കെ, ആ ഭാഗം ഏതൊരു ഭാഗമാണോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നേ അതിനെയാണ് നമ്മൾ എന്ത് പറയണേ? പ്രെഡിക്കേറ്റ് എന്ന് പറയണേ, അല്ലെ? ഓക്കെ, കിട്ടിയില്ലേ ഇപ്പൊ? ഓക്കെ, ദ ബോയ് സബ്ജക്ട്. ഓക്കെ, പ്രെഡിക്കേറ്റ് ആൻഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രെഡിക്കേറ്റ്. ഓക്കെ, ഓക്കെ. അപ്പൊ അത് സെന്റൻസ് 4 തരത്തിലുണ്ട്. സെന്റൻസ് ആർ മെയിൻലി 4 types. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെയാണ് അസർട്ടീവ് സെന്റൻസസ്. ഓക്കെ, അസർട്ടീവ് സെന്റൻസസ്, ഇമ്പരേറ്റീവ് സെന്റൻസസ്, imperative sentences, interrogative sentences. Interrogative 4 തരത്തിലുണ്ട് സെന്റൻസ്. Interrogative sentences and last one exclamatory sentences. Exclamatory sentences. Exclamatory sentences. Okay. There are 4 types of sentences. Okay. ഒന്നാമത്തെയാണ് assertive sentence. Assertive sentence എന്താ നോക്കാം. Okay. Assertive sentence. First one, assertive sentence. Assertive sentence എന്താ പറയുന്നേ? Assertive sentences are those sentences that makes a declaration. എന്താ? ഒരു പ്രസ്താവന. Okay. Assertive sentences are those sentences which makes a declaration or a statement. Okay, declaration. ഒരു പ്രസ്താവന ഉണ്ടാവും. Assertive statementല് ഒരു പ്രസ്താവന ഉണ്ടായിനെയാണ് എന്ത് പറയുക? Assertive statement, declaration. ഒരു പ്രസ്താവന ഉണ്ടാവുന്ന വാക്യങ്ങളെയാണ് assertive statement എന്ന് പറയാം. ഓക്കെ, ഇനി ഈ assertive statement തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് affirmative, positive. Assertive statement തന്നെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? അഫർമേറ്റീവ്, പോസിറ്റീവ്. അഫർമേറ്റീവ് 2 തരത്തിലുണ്ട്. അസർട്ടീവിനെ തന്നെ 2 തരത്തിൽ, അഫർമേറ്റീവ്, പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. 2 തരത്തില്. ആദ്യത്തേനെ തന്നെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ വരിക? Sentences which gives a positive sense. അതിനെയാണ് എന്ത് പറയാ? അഫർമേറ്റീവ്, പോസിറ്റീവ് എന്ന് പറഞ്ഞു. Sentences which gives പോസിറ്റീവ് ആയിട്ട്. ഉദാഹരണത്തിന് മിസ് പറഞ്ഞ മൈ കാറ്റ് ഓൾവേസ് സ്ലീപ്സ്. മൈ കാറ്റ് ഓൾവേസ് സ്ലീപ്സ്. എന്റെ പൂച്ച എപ്പോഴും ഉറങ്ങുന്ന പൂച്ചയാണ്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോ ഏതാ വരിക? അതിനെയാണ് എന്ത് പറയാ? അഫർമേറ്റീവ്, പോസിറ്റീവ്. ഓക്കെ, ഇനി നെഗറ്റീവ് ഒരെണ്ണം കൂടിയുണ്ട്. അസർട്ടീവിനെ തന്നെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് അഫർമേറ്റീവ്, നെഗറ്റീവ്. അതിനെന്താ എക്സാമ്പിൾസ് പറയാം. മൈ കാറ്റ് നെവർ സ്ലീപ്സ്. ഓക്കെ, മൈ കാറ്റ് നെവർ. എന്റെ പൂച്ച ഉറങ്ങാത്ത പൂച്ചയാണ്. അപ്പൊ എന്താ? അതാണ് അഫർമേറ്റീവ്, നെഗറ്റീവ് എക്സാമ്പിൾ. ഓക്കെ, അത് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താ മിസ് പറഞ്ഞ? ഇമ്പരേറ്റീവ്. ഓക്കെ,
രണ്ടാമത്തേണ് ഇമ്പരേറ്റീവ് സെന്റൻസസ്. സെന്റൻസ് വാക്യങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അതില് ഒന്നാമത്തേണ് അസർട്ടീവ്. രണ്ടാമത്തെയാണ് ഇമ്പരേറ്റീവ്. ഓക്കെ, ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസസ് എന്താണോ? ഇമ്പരേറ്റീവ് സെന്റൻസിൽ എന്തൊക്കെയാ വരിക? എ കമാൻഡ് അല്ലെ, എ കമാൻഡ് ആൻഡ് ഓർഡർ. എ കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ, എ റിക്വസ്റ്റ്. എ കമാൻഡ്, ഓർഡർ, എ റിക്വസ്റ്റ്, എ വിഷ്. ഇതല്ല ദോസ് സെന്റൻസസ്. ഏതൊക്കെ വാക്യങ്ങളാണോ ഒരു ഓർഡർ, ഒരു കമാൻഡ്, ഒരു റിക്വസ്റ്റ്, ഒരു വിഷ്, നമ്മളെ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നു. ഓർഡർ, ബ്രഷ് യുവർ ടീത്ത് എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ഓർഡർ ആണ് അല്ലെ. ബ്രഷ് യുവർ ടീത്ത്, പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് ഹോംവർക്ക്, അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് മാത്സ് വർക്ക്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം നമ്മളെ. ടു ഡു ദിസ് വർക്ക്, എന്നെ ഒന്ന് സഹായിക്കുമോ, റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസസ്? ഒന്നുകൂടി പറയാം മിസ്. ഇമ്പരേറ്റീവ് സെന്റൻസ് കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ. ബ്രഷ് യുവർ ടീത്ത്, കമാൻഡ് ഓർ ഓർഡർ. പല്ല് തേക്കൂ, നമ്മൾ പല്ല് തേക്കൂ. ബ്രഷ് യുവർ ടീത്ത്, അതൊരു ഓർഡർ ആണ് അല്ലെ. ബ്രഷ് യുവർ ടീത്ത്, അതിനാണ് ഒരെണ്ണമാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് പറഞ്ഞാല്. ഒന്ന് കമാൻഡ് ഓർ ഓർഡർ, അല്ലെങ്കിൽ പിന്നെ ഏതാ വരിക? റിക്വസ്റ്റ്, പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. റിക്വസ്റ്റ്, പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്, അതൊരു റിക്വസ്റ്റ് ആണ് അല്ലെ. അത് കമാൻഡ്, ഓർഡർ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറയില്ലേ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ വരിക? ഇമ്പരേറ്റീവ് സെന്റൻസസ് വരിക. ഓക്കെ, രണ്ടാമത്തെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. മൂന്നാമത്തെ ഏതാ വരിക? ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇന്ററോഗേറ്റീവ്. ഓക്കെ, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. മിസ് ഇതിന്റെ നോട്ട് ഇത് കഴിഞ്ഞിട്ട് തരാട്ടാ. ഇത് കഴിഞ്ഞിട്ട് അയച്ചു തരുന്നതായിരിക്കും നോട്ട്. പിന്നെ 5 ക്വസ്റ്റ്യൻസും തരാം ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ മിസ്സിന്റെ പേരിൽ ഒരു നോട്ട് എപ്പോഴും എല്ലാ ദിവസവും എഴുതി സൂക്ഷിച്ചോളാം കേട്ടോ. ഓക്കെ, അർച്ചന എന്നുള്ള പേരിൽ ഗ്രാമറിനെ സൂക്ഷിച്ചോളാം. ഓക്കെ, ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? Those sentences having question forms like which, what, when, where, ചോദ്യ രൂപങ്ങൾ. where, how. ഓക്കെ, how. ഇതിനെല്ലാമാണ് എന്താ പറയുന്നത്? Interrogative sentences. Those sentences which occur in the form of question forms. ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിൽ തന്നെയാണ് എന്ത് പറയണേ? ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞ. എക്സാമ്പിൾ ഏതൊക്കെയാ? വാട്ട് ഈസ് ഹി ഡൂയിങ്, വിച്ച് ഈസ് യുവർ പ്ലേസ്, അല്ലെ വിച്ച് ഈസ് യുവർ നേറ്റീവ്, എവിടെയാണ് നിങ്ങളുടെ സ്ഥലം, എവിടെയാണ് പ്രോപ്പർ സ്ഥലം എവിടെ, അല്ലെങ്കിൽ when is the time, when is the function, അല്ലെങ്കിൽ എന്നാ നമ്മള് വാട്ട് WH വേർഡ്സ് ചോദിക്കണേ. വാട്ട്, വിച്ച്, വെൻ, അതിനൊക്കെയാണ് ഹൗ. WH വേർഡ്സ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇന്ററോഗേറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ നാലാമത്തെ വരുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. 4 തരത്തിലുണ്ട്. അതിൽ നാലാമത്തെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? Those sentences which produce emotions. വണ്ടർ അല്ലെ, വണ്ടർ. വാട്ട് എ ലവ്ലി സീൻ, വണ്ടർ അല്ലെ. ഹാപ്പിനെസ്, അത്ഭുതം, പിന്നെ സന്തോഷം. ഇതൊക്കെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. വാട്ട് എ ലവ്ലി സീൻ. ഓക്കെ, എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറയുമ്പോൾ വാട്ട് എ ലവ്ലി സീൻ. നമ്മള് ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസസിന് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. എങ്ങനെ പറയാ? വാട്ട് എ ലവ്ലി സീൻ എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും. ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസസിന് എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസസ്
തന്നെ എക്സ്ക്ലമേറ്ററി ഇന്ററോഗേറ്റീവ് സെന്റൻസ് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ആർ ഡിവൈഡഡ് ഇൻടു ടു ടൈപ്പ്. ഒന്ന് WH ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഏതാ വരുന്നത്? WH രണ്ടാമത്തെ വരുന്നത് ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസ് വിച്ച് yes or no type questions. ഓക്കെ, രണ്ട് തരത്തിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഡിവൈഡ്. ഒന്ന് ക്വസ്റ്റ്യൻ വേർഡ് WH ഫോം, വാട്ട് ഈസ് ഹി ഡൂയിങ്, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറയാ എന്ത് പറയാ, ക്വസ്റ്റ്യൻ ഓർഡർ ക്വസ്റ്റ്യൻസ് പറയാം. പിന്നെ രണ്ടാമത്തേന് എന്താ പറയാ, രണ്ടാമത്തെ yes or no ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഏതെങ്കിലും ഓക്സിലറി വെർബ് ആം, ഈസ്, ആർ, അത് വെച്ച് വരുന്നതിനെയാണ് നമ്മൾ പറയാ yes or no ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ആർ യു സ്മാർട്ട്, ഓക്കെ, ഇതാണ് അതിന് എക്സാമ്പിൾ. ഓക്കെ, ഓക്സിലറി വെർബ് വെച്ച് വരുന്നതിനാണ് പറയുന്നത് എന്താ, yes or no ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? സെന്റൻസ് അല്ലെ, സെന്റൻസ് എന്താന്ന് പഠിച്ചു അല്ലെ, സെന്റൻസിന് രണ്ട് പാർട്സ് ഉണ്ട്. സെന്റൻസ് ടു പാർട്സ്, അത് പഠിച്ചു. സബ്ജക്റ്റ് അല്ലെ, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്. ഓക്കെ, ഇനി 4 തരത്തില് സെന്റൻസസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. ഏത്? 4 സെന്റൻസസ്, 4 ടൈപ്പ് ഓഫ് സെന്റൻസ്. ശരി, ഗുഡ്. ഏതൊക്കെയാ വരിക? ഒന്നാമത്തെ അസർട്ടീവ് അല്ലെ, അസർട്ടീവ് സെന്റൻസസ്, Imperative. Exclamatory. sentences. Imperative. Exclamatory. Interrogative. Oh, ശരി. Interrogative അല്ലെ, interrogative. പിന്നെ ഏതാ വരിക? Exclamatory. Sentence. പറയാ ഫസ്റ്റ് ഫസ്റ്റ് എന്താ വരിക? അസർട്ടീവ് എന്താണ്? ഓർമ്മയിൽ വെക്കുക. എന്താ പറയുക? പ്രസ്താവന അല്ലെ, ഒരു പ്രസ്താവന. The boys are playing എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രസ്താവനയാണ് അല്ലെ, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. The boys are playing എന്ന് പറഞ്ഞാൽ എന്താ? അസർട്ടീവ്, ഒരു പ്രസ്താവന. ഏതൊരു വാക്യത്തിലാണോ ഒരു പ്രസ്താവന ഉണ്ടാവുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അസർട്ടീവ് സെന്റൻസസ് എന്ന് പറയും. ഓക്കെ, ഈ അസർട്ടീവ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, രണ്ട്. അസർട്ടീവ്, പോസിറ്റീവ് അല്ലെ, നോട്ട്സ് തരാട്ടാ. നോട്ട്സ് ലാസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ, അത് ഭയക്കണ്ട. ഇപ്പൊ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടാ. മിസ് ഇപ്പൊ ഈ നോട്ട്സ് മിസ്സിന്റെ പേരിൽ എഴുതിയിരുത്താൽ മതി. വൈകുന്നേരം നോട്ട്സ് അയച്ചു തരും കേട്ടോ. ഓക്കെ, ഇത് നമ്മളെ എഴുതിയെടുക്കണം. ഇപ്പൊ ഈ പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ പറയുന്നത് എഴുതിയെടുക്കണം. എന്താ ഇപ്പൊ ഈ ക്ലാസ് എടുക്കണല്ലോ, അത് നമ്മൾ എഴുതിയെടുക്കണം. അല്ലെങ്കിൽ നോട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ട് തരോ? ഈ ക്ലാസ്സിന്റെ നോട്ട്സ് ഡോക്കില് അയച്ചു തരും കേട്ടാ. ടെക്നിക്കലേ നമ്മൾ മിസ് കൊടുക്കും, അത് അയച്ചു തരും കേട്ടാ. പ്രശ്നമില്ല. അപ്പൊ മിസ്സിന്റെ പേരിലൊരു നോട്ട് കേട്ടാ, എല്ലാ മിസ്മാരുടെ പേരിലൊരു നോട്ട് സൂക്ഷിച്ചു വെക്കുക കേട്ടാ. ആ മിസ്മാര് വരുമ്പോ ആ നോട്ടിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാൻ മ്യൂട്ട് ആക്കുക കേട്ടാ. അപ്പൊ നമ്മൾ എവിടെ വരെ? സെന്റൻസ് 4 തരത്തിലുണ്ട്. ഫസ്റ്റ് വണ്ണാണ് അസർട്ടീവ്. അസർട്ടീവിന്റെ പ്രത്യേകത എന്താ? അസർട്ടീവ് ഒരു പ്രസ്താവന അല്ലെ, ഡിക്ലറേഷൻ. Those sentences which makes a declaration or a statement is called assertive sentence. ഒരു പ്രസ്താവന ഉണ്ടാവും. ഓക്കെ, ഒരു പ്രസ്താവന അതില് ഉണ്ടാക്കി, അതിനെയാണ് എന്ത് പറയാ? നമ്മള് അസർട്ടീവ് സെന്റൻസ് പറയാം. അസർട്ടീവ് സെന്റൻസ് 2 തരത്തിലുണ്ട് അല്ലെ. ഏതൊക്കെയാ? പോസിറ്റീവ് അല്ലെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവും നെഗറ്റീവും അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ എന്താണ് അതിന്റെ എക്സാമ്പിൾ? മൈ ക്യാറ്റ് ഓൾവേസ് സ്ലീപ്സ്. അത് അഫർമേറ്റീവ്
Positive. മൈ ക്യാറ്റ് നെവർ സ്ലീപ്സ് അല്ലെ? Never sleeps. ഓക്കെ, അപ്പൊ ഒരെണ്ണം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിച്ച ഇമ്പരേറ്റീവ് അല്ലെ? ഇമ്പരേറ്റീവിന്റെ Imperative sentence. പ്രത്യേകത Command and order. Command and order. അല്ലെ? കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ അല്ലെ? ഒരു കമാൻഡ് അല്ലെങ്കിൽ വിഷ് Request. അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെ? ഇത് വരുന്നതിന് ഏതാ പറയാ നമ്മള്? ഇമ്പരേറ്റീവ്. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കണ്ടേ? എക്സാമ്പിൾ ഏതാ? ബ്രഷ് ടീത്ത് അല്ലെ? നമ്മളൊരു ഓർഡർ എടുക്കുകയാണ്, പല്ല് തേക്കൂ അല്ലെ? ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമാൻഡ് ആണ്, ഒരു ഓർഡർ ആണ് അല്ലെ? അത് എന്ത്? അത് ഇമ്പരേറ്റീവ് ആണ് അല്ലെ? ഇനി ഏതാ? നമ്മള് പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക് അല്ലെ? പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. പ്ലീസ് നമ്മള് പ്ലീസ് യൂസ് ചെയ്തു. അപ്പൊ എന്താണ്? റിക്വസ്റ്റ്. ഓക്കെ. പിന്നെ വിഷ് അല്ലെ? വിഷ് എന്ന് പറയുന്നത് എന്താ? വിഷ് യു ഓൾ ദ ബെസ്റ്റ് അല്ലെ? വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഒരു വിഷ് പറയുമ്പോ അത് എക്സാമ്പിൾ ഫോർ എന്തിനുള്ളതാണ്? ഇമ്പരേറ്റീവ് സെന്റൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി വരുന്നത് മൂന്നാമത്തെ ഇന്ററോഗേറ്റീവ്. ഇന്ററോഗേറ്റീവ് നമ്മൾ പറഞ്ഞ ചോദ്യം അല്ലെ? ചോദ്യത്തിൽ ഇന്ററോഗേറ്റീവ്. ഇന്ററോഗേറ്റീവ് ചോദ്യം അല്ലെ? ചോദ്യം. വാട്ട് ഈസ് അല്ലെ? എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഡൂയിങ്. ഇങ്ങനൊരു വാക്യം എന്താണ്? ഇന്ററോഗേറ്റീവ് അല്ലെ? ചോദ്യരൂപം. ചോദ്യരൂപത്തിലുള്ളതൊക്കെ ഏതാ? ഇന്ററോഗേറ്റീവ്. വാട്ട് അല്ലെ? വിച്ച്. വാട്ട് വിച്ച്. ഇനി ഇന്ററോഗേറ്റീവ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇന്ററോഗേറ്റീവിനെ തന്നെ രണ്ടെണ്ണമായിട്ട് ഏതൊക്കെയാ വരിക? ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താ? യെസ് ഓർ നോ ടൈപ്പ്. നോ ടൈപ്പ് അല്ലെ? അതും കിട്ടിയിട്ട് അതെന്താണ് വരിക? ഫസ്റ്റ് വൺ വാട്ട് ഈസ് ഹി ഡൂയിങ്. അപ്പൊ എന്താ? ആ എക്സാമ്പിൾ ആണ് ഒന്നാമത്തെ അല്ലെ? ക്വസ്റ്റ്യൻ ഓർഡറിന്റെ എക്സാമ്പിൾ. വാട്ട് ഈസ് ഹി ഡൂയിങ്. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താണ്? ആർ യു സ്മാർട്ട് അല്ലെ? ഓക്സിലറി ആർ യു സ്മാർട്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇതിന് എക്സാമ്പിൾ ഇതാണ്. എന്തിനുള്ള എക്സാമ്പിൾ? യെസ് ഓർ നോ ടൈപ്പ് അല്ലെ? നമ്മളെ യെസ് ആണ് യെസ് എന്ന് പറയും അല്ലെ? യെസ് ഓർ നോ ടൈപ്പ് ഏതാ വരിക? രണ്ടാമത്തെ യെസ് ഓർ നോ ടൈപ്പ്. രണ്ട് തരത്തിലുണ്ട് അല്ലെ? ഏതൊക്കെയാ വരിക? ഒന്ന് വാട്ട് ഈസ് ഹി ഡൂയിങ്. കിട്ടിയില്ലേ? എന്താണ് ചെയ്യുന്നത്? വാട്ട് WH. രണ്ടാമത്തെ എന്താ വരിക? യെസ് ഓർ നോ. ആർ യു സ്മാർട്ട്. എന്താ ഉത്തരം തന്നെ? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പൊ അത് ഇന്ററോഗേറ്റീവ് രണ്ടെണ്ണം ഉണ്ട്. ഇനി നാലാമത്തെ ഏതാ വരിക? എക്സ്ക്ലമേറ്ററി അല്ലെ? എക്സ്ക്ലമേറ്ററി എളുപ്പം. എന്താണ് എക്സ്ക്ലമേറ്ററിയുടെ പ്രത്യേകത? വാട്ട് അല്ലെ? ഇനി എന്താ? അതിന്റെ പ്രത്യേകത എന്താ? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ എക്സ്ക്ലമേറ്ററി വാക്യങ്ങളുടെ കൂടെ എന്തുണ്ടാവും? ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും, എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെ? വാട്ട് എ വൗ. നമ്മൾ വൗ എന്ന് പറയും അല്ലെ? വൗ. വാട്ട് എ ലവ്ലി സീൻ. വാട്ട് എ. അപ്പൊ നമ്മൾ എന്തായാലും വാട്ട് എ ലവ്ലി സീൻ കഴിഞ്ഞിട്ട് എന്തുകൂടി ചെയ്യും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെ? അതിനെയാണ് എന്ത് പറയണേ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് പറയണം. ഓക്കെ. ഇനി നമ്മൾക്ക് ഏതാ വരുന്നത്? ഒരു ഇതോട് വരുന്നുണ്ട്. സെന്റൻസിനെ തന്നെ ക്ലോസ് സ്ട്രക്ചർ വെച്ച് 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെന്റൻസിനെ ക്ലോസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ക്ലോസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാല്? ക്ലോസ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റ്. ക്ലോസ് എന്ന് പറഞ്ഞാല് സബ്ജക്റ്റും ഉണ്ടാവും വെർബും ഉണ്ടാവും. ഓക്കെ. ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഓക്കെ. ഈ ക്ലോസ് സ്ട്രക്ചർ വെച്ചിട്ട് സെന്റൻസിനെ 4ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് സ്ട്രക്ചർ വെച്ചിട്ട് സെന്റൻസിനെ 4ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ വരിക? ഒന്നാമത്തേണ് സിമ്പിൾ സെന്റൻസസ്. ഓക്കെ. സിമ്പിൾ സെന്റൻസസ്.
ക്ലോസ് സെന്റൻസ്. ഒന്നാമത്തെയാണ് സിമ്പിൾ സെന്റൻസസ്. രണ്ടാമത്തെ എന്താ വരിക? കോമ്പൗണ്ട് സെന്റൻസസ്. ഓക്കെ, കോമ്പൗണ്ട് സെന്റൻസസ്. മൂന്നാമത്തെ എന്താ വരിക? കോംപ്ലക്സ് സെന്റൻസസ്. ഓക്കെ. നാലാമത്തെ എന്താ വരിക? നാലാമത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ് രണ്ടും കൂടി മിക്സ് ചെയ്തു. ഓക്കെ, കോമ്പൗണ്ട് കോംപ്ലക്സ് രണ്ടും കൂടി. ഓക്കെ, 4 തരത്തിൽ അക്കോർഡിംഗ് ടു ക്ലോസ് സ്ട്രക്ചർ. ഇങ്ങനെയാണ് ക്ലോസ് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ 4 തരത്തില് സെന്റൻസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെയാണ് സിമ്പിൾ സെന്റൻസസ്. ഓക്കെ, സിമ്പിൾ സെന്റൻസ് എന്താന്ന് നോക്കാം നമുക്ക്. എന്താണ് സിമ്പിൾ സെന്റൻസ്? സിമ്പിൾ സെന്റൻസസ് ഹാവ് ഓൺലി വൺ മെയിൻ ക്ലോസ്. സിമ്പിൾ സെന്റൻസിന് ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവുള്ളൂ. ദോസ് സെന്റൻസസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സിമ്പിൾ സെന്റൻസസ് ഓൺലി കണ്ടെയ്ൻ വൺ മെയിൻ ക്ലോസ്. എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ. ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ. മിസ് എന്താ പറഞ്ഞ? ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരിക്കും. സെന്റൻസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെന്റൻസിന് സബ്ജക്റ്റും വെർബും ഉണ്ടാവും, പക്ഷെ പൂർണ്ണമായ അർത്ഥം നൽകുന്നു. ഓക്കെ, ദ ബോയ് റൺസ് ഡെയിലി എന്ന് പറഞ്ഞാല് അത് ക്ലോസ്. ഓക്കെ, ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ, ഇതൊരു സെന്റൻസ്. ഓക്കെ, ഇതിനകത്ത് എന്താ ഉള്ള? മെയിൻ ക്ലോസ്. ഒരു സിമ്പിൾ സെന്റൻസ് പറഞ്ഞാല് ഒരു മെയിൻ ക്ലോസ്. ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ, ജോൺ ലണ്ടനിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. അതിനെയാണ് എന്ത് പറയാ? സിമ്പിൾ സെന്റൻസസ്. ഓക്കെ, സിമ്പിൾ സെന്റൻസ്. അപ്പൊ എന്ത് കിട്ടി? വൺ മെയിൻ ക്ലോസ് അല്ലെ? വൺ മെയിൻ ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? ക്ലോസ് എന്ന് പറഞ്ഞാല് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും ക്ലോസിൽ. ഓക്കെ, അപ്പൊ ഒരു മെയിൻ ക്ലോസ്, വൺ മെയിൻ ക്ലോസ്. Those sentences which have one main clause is known as simple sentences. Okay, ഇനി രണ്ടാമത്തെ എന്താ? കോംപ്ലക്സ്. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസസ്. കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ അല്ല, സോറി മിനിറ്റ്, കോമ്പൗണ്ട് സെന്റൻസസ്. കോമ്പൗണ്ട് സെന്റൻസസ്. കോമ്പൗണ്ട്. രണ്ടാമത്തേന് കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്താ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അല്ലെ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ those sentences which contains one or more than two main clauses. One or more than, അതായത് two main clauses. Those sentences which contain two or more clauses. Two or more clauses are known as, main clauses are known as compound sentences. Okay, example എന്താ? പറയാം, എക്സാമ്പിൾ പറയാം. I arrived and the big dog. I arrived and the big dog started. I arrived and the big dog. I arrived ഏതാ വരിക? I arrived main clause അല്ലേ? And the big dog and the big dog started barking. Big dog started barking. Okay, അപ്പൊ ഏതാ വരിക? രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട് അല്ലെ? ഒന്നെന്താ പറഞ്ഞ? I arrived എന്താ? ഒരു മെയിൻ ക്ലോസ് അല്ലെ? I arrived ഒരു മെയിൻ ക്ലോസ്. ആൻഡ് പട്ടി കുറയ്ക്കാൻ തുടങ്ങി. എന്നെ കണ്ട അപ്പോഴത്തേക്ക് പട്ടി കുറയ്ക്കാൻ തുടങ്ങിയില്ല അല്ലെ? രണ്ടാമത്തെ ഇത്. അപ്പൊ ഏതാ? രണ്ട് മെയിൻ അല്ലെ? ആൻഡ് ദ ബിഗ് ഡോഗ്. മിസ് പറഞ്ഞ് ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറയുന്നോ അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. I arrived and the big dog started barking. അപ്പൊ രണ്ട് മെയിൻ ക്ലോസിലാണ് എന്താ പറയാ? കോമ്പൗണ്ട് സെന്റൻസസ്. രണ്ട് മെയിൻ ക്ലോസിലെ കോമ്പൗണ്ട്. ഓക്കെ, കോമ്പൗണ്ട് സെന്റൻസസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ വരിക? കോംപ്ലക്സ് സെന്റൻസസ്. കോംപ്ലക്സ് സെന്റൻസസ് എന്താ? കോംപ്ലക്സ് സെന്റൻസ് പറഞ്ഞാല് a sentence having one main clause. ഒരു മെയിൻ ക്ലോസ്. One main clause and one or more subordinate clause. One main clause and
one or more subordinate clause. One or more subordinate clause ഉണ്ടാവും. അതിനാണ് subordinate clause എന്ന് പറഞ്ഞാൽ എന്താ? Those clauses which have used before after conjunction. Conjunction എന്ന് പറഞ്ഞാൽ എന്താ? Conjunction example. Conjunction example. But, because, but, because, though. Though ഇവയെല്ലാമാണ് എന്താ എക്സാമ്പിൾ? കൺജങ്ഷൻ എക്സാമ്പിൾ. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ നമ്മൾ നോക്കിച്ചാൽ കോംപ്ലക്സ് സെന്റൻസസ്. കോംപ്ലക്സ് സെന്റൻസസ് ഏതാ വരിക? കോംപ്ലക്സ് സെന്റൻസസില് ഒരു മെയിൻ ക്ലോസ് അല്ലെ, വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ ദാൻ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ. സബോർഡിനേറ്റ് ക്ലോസ് മിസ് കാണിച്ചു തരാം, എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ, though it is not raining, he is wearing a raincoat. Though H-O-U-G-H, though it is not raining, though it is not raining, though it is not raining. മഴ പെയ്യുന്നില്ലെങ്കിലും though it is not raining, he is wearing, okay, he is wearing a raincoat. Okay, മഴ പെയ്യുന്നില്ലെങ്കിലും അവൻ ഒരു റെയിൻകോട്ട് ധരിച്ചിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഏതാ മിസ് പറഞ്ഞ? ഒരു മെയിൻ ക്ലോസ് അല്ലെ, ഒരു മെയിൻ ക്ലോസും മോർ ദാൻ one or a sentence that has one main clause and one or more subordinate clauses is called a complex sentence. ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവുള്ളൂ, ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഏതാ വരുന്നത്? അയാള് ഒരു റെയിൻകോട്ട് ധരിച്ചിരുന്നു, മഴ പെയ്യുന്നില്ലെങ്കിലും ഒരു റെയിൻകോട്ട് അയാൾ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? അയാൾ ധരിച്ചിരുന്നു. He is wearing, though it was not raining, he is wearing a raincoat അല്ലെ. അപ്പൊ അതാണ് എന്ത്? മെയിൻ ക്ലോസ്. though എന്ന് പറഞ്ഞ അല്ലെ, though it was not raining. though എന്താണ്? കൺജങ്ഷൻ. though എന്ന് പറഞ്ഞ കൺജങ്ഷൻ അല്ലെ. though ഒരു കൺജങ്ഷൻ നമ്മള് രണ്ട് സെന്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. ബട്ട്, ബിക്കോസ്, രണ്ട് സെന്റൻസുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. അത് വരും കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും മിസ് പറഞ്ഞത് അത് വരാനോ കൺജങ്ഷൻ ഒക്കെ വരാനേ ഉള്ളൂ. ഇപ്പൊ ഇത് നോക്കാം, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? രണ്ട് വാക്യങ്ങളെ ബന്ധിപ്പിക്കുക, കൺജങ്ഷൻ യൂസ് ചെയ്യും, അതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് പറയുന്നത്. ഓക്കെ, though it is not wearing, though it is not raining. അപ്പൊ ഇതിനകത്ത് ഏതാ സബോർഡിനേറ്റ് ക്ലോസ്? കൺജങ്ഷൻ വരുന്നതിനെയാണ് ഏത്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഓക്കെ, ഇനി he is wearing a raincoat, മഴ പെയ്യുന്നില്ലെങ്കിലും അയാൾ റെയിൻകോട്ട് വെച്ചിരുന്നു. അപ്പൊ ഏതാ മെയിൻ ക്ലോസ്? കൺജങ്ഷൻ ഇല്ലാത്തത് അല്ലെ. സബോർഡിനേറ്റ് മെയിൻ ക്ലോസ് he is wearing അല്ലെ, he is wearing a raincoat, അതാണ് മെയിൻ ക്ലോസ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വരുന്ന നാലാമത്തെ കോമ്പൗണ്ട് കോംപ്ലക്സ്. നാലാമത്തെ ഒരു സെന്റൻസ് ഒരു തരത്തിലുള്ള ക്ലോസ് സ്ട്രക്ചർ വഴി ഒരെണ്ണം കൂടി ഉണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? A sentence that has two main clauses. A sentence that has two main clauses. രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ടാവും. ഓക്കെ, രണ്ട് മെയിൻ ക്ലോസസ്, two main clauses and one subordinate clause. ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും കേട്ടാ. My brother and I went. My brother and I went. My brother and I went to see the film. I went to see the film. To see the film. Last night, while my while my sister എന്താ പറഞ്ഞ, ഞാനും എന്റെ സഹോദരനും കൂടി ഇന്നലെ സിനിമ കാണാൻ പോയപ്പോൾ, എന്റെ സിസ്റ്റർ, എന്റെ സഹോദരി, while my sister stayed at home, എന്റെ സഹോദരി വീട്ടിൽ തന്നെ ഇരുന്നു. stayed at home
ആൻഡ് സ്റ്റഡീഡ് ബിക്കോസ് എന്താണ് ബിക്കോസ് ഷീ ഹാസ് എ കൺജങ്ഷൻ അല്ലെ ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ് ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് അവൾക്കൊരു പരീക്ഷ മിസ് പറയാം എന്താണ് ഞാനും എന്റെ സഹോദരനും ഇന്നലെ സിനിമ കാണാൻ പോയപ്പോ എന്റെ അനീതി വന്നില്ല അല്ലെ വീട്ടിലിരിക്കുകയായിരുന്നു എന്തുകൊണ്ടെന്നാൽ അവൾക്ക് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു അല്ലെ മൈ ബ്രദർ I went to see the film last night while my sister stayed at home and studied because she has a test coming up. ഇതിനകത്ത് ഏതാണ് വരിക മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും നാലാമത്തേണ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്താ ഒരു മെയിൻ ക്ലോസ് അല്ലെ a sentence that is one subordinate clause a sentence that has one subordinate clause and two main clauses അല്ലെ two main clause ഏതൊക്കെയാ two main clauses വരിക ശ്രദ്ധിക്കുക ബ്രദർ മൈ ബ്രദർ ആൻഡ് ഐ അല്ലെ അത് ഒരു മൈ ബ്രദർ ആൻഡ് ഐ വെന്റ് ടു സീ ദ ഫിലിം ലാസ്റ്റ് നൈറ്റ് അതാണ് ഒരു മെയിൻ ക്ലോസ് ഇനി രണ്ടാമത്തേതാണ് വൈൽ മൈ സിസ്റ്റർ സ്റ്റേഡ് അറ്റ് ഹോം ആൻഡ് സ്റ്റഡീഡ് ബിക്കോസ് മൈ സിസ്റ്റർ അല്ലെ മൈ സിസ്റ്റർ അതാണ് രണ്ടാമത്തെ മെയിൻ ക്ലോസ് എന്നിട്ട് എന്താ എന്തുകൊണ്ടാണ് അവള് വരാഞ്ഞത് ബിക്കോസ് അവൾക്കൊരു പരീക്ഷ ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് അല്ലെ ഷീ ഹാസ് എ കൺജങ്ഷൻ ബിക്കോസ് പറഞ്ഞാൽ എന്താ കൺജങ്ഷൻ അല്ലെ മിസ് പറഞ്ഞിരുന്നു കൺജങ്ഷൻ വെച്ച് യൂസ് ചെയ്യണ ഏതാ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ കൺജങ്ഷൻ വെച്ച് യൂസ് ചെയ്യണ സബോർഡിനേറ്റ് ക്ലോസ് ഓക്കെ ബിക്കോസ് ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ് ഓക്കെ അപ്പൊ രണ്ട് മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും അതിനാണ് എന്ത് പറയണേ കോമ്പൗണ്ട് കോംപ്ലക്സ് ഓക്കെ കോമ്പൗണ്ട് കോംപ്ലക്സ് അപ്പൊ ഇന്ന് പഠിച്ചാൽ ഒന്നുകൂടി നോക്കാം ഓക്കെ ഫസ്റ്റ് വേണ്ട നമ്മൾ സെന്റൻസ് അല്ലെ സെന്റൻസ് എന്താന്ന് പഠിച്ചു സെന്റൻസ് എന്താ സെന്റൻസ് പറഞ്ഞാല് ഒരു കൂട്ടം വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാക്കുകളുടെ പദസമൂഹത്തെ ഒരു വാക്കുകളുടെ പൂർണ്ണമായ സെന്റൻസ് a group, a set of words. A sentence is a set of words which is complete in itself. A sentence is a combination of words. Put together. Combination put together to convey an idea, a fact, a question, a thought, etc. This sentence നമ്മൾ എക്സാമ്പിൾ എന്താ പഠിച്ചേ ജോൺ വെന്റ് ടു അല്ലെ പൂർണ്ണമായ ഒരു അർത്ഥം അല്ലെ പൂർണ്ണമായി ഇന്ന് നമുക്ക് പഠിച്ചൊന്ന് സംഗ്രഹിക്കാം കേട്ടോ എന്തൊക്കെ പഠിച്ചു നോക്കാം പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദസമൂഹത്തെ വാക്കുകളുടെ ഒരു പദസമൂഹത്തെയാണ് എന്ത് പറയണേ സെന്റൻസ് ഓക്കെ അല്ലെ സെന്റൻസ് എന്താ പഠിച്ചു ഇനി എന്ത് പഠിച്ചു എവരി അല്ലെ എവരി സെന്റൻസ് ഹാസ് ടു പാർട്സ് പഠിച്ചു നമ്മൾ എന്തൊക്കെയാണ് സബ്ജക്ട് അല്ലെ സബ്ജക്ട് എന്താണ് സബ്ജക്ട് എന്ന് പറഞ്ഞാല് ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി സബ്ജക്ട് ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അതിനാണ് നമ്മൾ സബ്ജക്ട് അല്ലെങ്കിൽ ആഖ്യ അല്ലെ മലയാളത്തിൽ പറഞ്ഞാൽ ആഖ്യ എന്ന് പറയുന്നത് ഇനി ഒരു ഭാഗം സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന ആ ഭാഗം അല്ലെ പ്രെഡിക്കേറ്റ് എന്താണ് പാർട്ട് അല്ലെ ദ പാർട്ട് വിച്ച് ടെൽസ് അബൌട്ട് ദ സബ്ജക്ട് അല്ലെ അതിനെ നമ്മൾ എന്താ പറയാ പ്രെഡിക്കേറ്റ് എന്ന് പറയും അല്ലെ നമ്മൾ എന്താ എക്സാമ്പിൾ പഠിച്ചേ ദ ബോയ് ate an apple അല്ലെ കൃത്യമായി കിട്ടി അല്ലെ ആരെ പറ്റിയാ പറയണേ ദ ബോയിനെ പറ്റി അല്ലെ ആരെ പറ്റിയാണ് എന്തിനെ പറ്റിയാണ് പറയണേ അതിനെയാണ് നമ്മൾ ബോയ് ate an apple അല്ലെ അതിനാണ് സബ്ജക്ട് എന്ന് പറഞ്ഞത് യെസ് അല്ലെ ഇനി സബ്ജക്ട് ഈ ഏതൊരു ഭാഗമാണോ ദ പാർട്ട് വിച്ച് ടെൽസ് അബൌട്ട് സബ്ജക്ട് ഈസ് കോൾഡ് predicate. ate an apple അല്ലെ ate an apple എന്താണ് predicate അല്ലെ predicate contains a verb. Predicate always contains a verb. Predicate എപ്പോഴും ഒരു
വെർബ് ഉണ്ടായിരിക്കും, പ്രെഡിക്കേറ്റീവ്. ഓക്കെ, അപ്പൊ സെന്റൻസ് പഠിച്ചു. സെന്റൻസ് എപ്പോഴും എവറി സെന്റൻസ് കണ്ടേ 2 parts, സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്, അത് പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സെന്റൻസ് 4 തരം. there are 4 types of sentences പഠിച്ചു അല്ലെ. 4 types of sentences. ഏതൊക്കെയാ വരിക? ഒന്നാമത് ഇമ്പറേറ്റീവ്, ഒരു പ്രസ്താവന അല്ലെ. ഒരു പ്രസ്താവന നമ്മൾ എന്ത് പറയാ? Those sentences which makes a declaration or a statement. അതിനെയാണ് നമ്മൾ എന്താ പറയാ? Assertive sentences അല്ലെ. എക്സാമ്പിൾ എന്താ? The boys are playing. ഡിക്ലറേഷൻ ഒരു പ്രസ്താവനയാണ്, അത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെയാണ് അസർട്ടീവ് സെന്റൻസ് ഉണ്ട്. ഇനി ഈ അസർട്ടീവ് സെന്റൻസ് എന്താ? 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? അഫർമേറ്റീവ്, നെഗറ്റീവ്. ഇങ്ങനെയാണ് പറയാ. ഫോർ എക്സാമ്പിൾ, എന്റെ പൂച്ച മൈ കാറ്റ് ഓൾവേസ് സ്ലീപ്സ്, അതാണ് പോസിറ്റീവ് അല്ലെ. എപ്പോഴും കൊണ്ടിരിക്കുകയാണ്. മൈ കാറ്റ് ഓൾവേസ് സ്ലീപ്സ്, അത് അഫർമേറ്റീവ് പോസിറ്റീവ് എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ മൈ കാറ്റ് never sleep. നെവർ എന്ന് പറയുമ്പോൾ എന്താ? നെഗറ്റീവ് അല്ലെ. അപ്പൊ അതാണ് അഫർമേറ്റീവ് നെഗറ്റീവ് എക്സാമ്പിൾ. ഇനി പിന്നെ ഇന്നത്തെ നമ്മൾ വിളിച്ച ഇന്ററോഗേറ്റീവ്, ഇമ്പരേറ്റീവ് അല്ലെ. ഇമ്പരേറ്റീവിന്റെ ഏതൊക്കെ എക്സാമ്പിൾ? ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ കമാൻഡ് അല്ലെ. Command, order, request, wishes. അതിലെന്താ? ഒന്നാമത്തേന് ബ്രഷ് യുവർ ടീത്ത് അല്ലെ. നമ്മൾ ഓർഡർ കൊടുക്കാണ്. ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്കൂ. അതൊരു ഓർഡർ ആണ് നമ്മുടെ അല്ലെ, ഒരു കമാൻഡ് ആണ്. അതിനെന്താ? നമ്മളത് ഇമ്പരേറ്റീവിന്റെ ഗണത്തിലേ പെടുള്ളൂ. ഓക്കെ. പിന്നെന്താ? പ്ലീസ്. അപ്പൊ റിക്വസ്റ്റ് ആണ്. നമ്മൾ പ്ലീസ് ഉപയോഗിച്ചു അല്ലെ. പ്ലീസ് ഉപയോഗിച്ച എന്താ? ഒരു റിക്വസ്റ്റ് അല്ലെ. പ്ലീസ് ഹെൽപ് മീ ടു ഡു ദിസ് അല്ലെ. എന്നെ ഇതൊന്ന് ചെയ്യാൻ സഹായിക്കൂ, ഈ ഒരു വർക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? പ്ലീസ്. അവിടെ എന്താ? റിക്വസ്റ്റ് അല്ലെ. അതും ഇമ്പരേറ്റീവിലെ വരുന്നു അല്ലെ. ഇനി ഏതാ പറയാ? വിഷ് അല്ലെ. അതാ പറയുന്നതും ഒരു ഇമ്പരേറ്റീവില് വരുള്ളൂ. കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് അല്ലെ. ഇനി വരുന്നത് നമ്മൾ പഠിച്ച ഇന്ററോഗേറ്റീവ് അല്ലെ. ചോദ്യം. എന്താ? ഇന്ററോഗേറ്റീവ് അല്ലെ. 2 ഇന്ററോഗേറ്റീവ് ഏതൊക്കെയുണ്ട്? ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലെ. ക്വസ്റ്റ്യൻ വേർഡ്സ്, ക്വസ്റ്റ്യൻ വേർഡ് Yes or no question. ശരി. അപ്പൊ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറഞ്ഞാല്? ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ് മിസ് പറഞ്ഞേ? വിച്ച് അല്ലെ. വാട്ട്, വെൻ, How, വെൻ, വേർ അല്ലെ. വേർ, how, ശരി. വൈ അല്ലെ. വൈ, ഹൗ, ഇതൊക്കെ എന്താ? അല്ലെ. വെൻ. ശരി. ഇതൊക്കെ എന്താ? ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ ഇതൊക്കെ ഇന്ററോഗേറ്റീവ് ആണ്. ഇനി നമ്മൾ പഠിച്ചേ എന്താ? ഏതൊക്കെ സെന്റൻസ്, ഏതെല്ലാം വാക്യങ്ങളാണോ ഓക്സിലറി വെർബ്, അതായത് ഹെൽപ്പിംഗ്, ആം അല്ലെ. ആം, ഈസ്, വാസ്, വേർ, ഡു, ഡസ് എക്സെട്ര. ഇതൊക്കെ വരുന്നത് നമ്മൾ എന്ത് പറയാ? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ. എല്ലാ എക്സാമ്പിൾ മിസ് പറയാം. ആർ യു സ്മാർട്ട് എന്ന ക്വസ്റ്റ്യൻ. എന്താ ആർ യു സ്മാർട്ട് എന്ന് വെച്ചാല് എന്തിന്റെ എക്സാമ്പിളാ? യെസ് ഓർ നോ ടൈപ്പ് അല്ലെ. യെസ് ഓർ നോ അതിന്റെ എക്സാമ്പിൾ. ഓക്കെ. പിന്നെ നമ്മൾ വെച്ച എക്സ്ക്ലമേറ്ററി അല്ലെ. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അതാണ് എക്സ്ക്ലമേറ്ററി എന്താ? എക്സ്ക്ലമേഷൻ, അത്ഭുതം. which express those sentences which express emotion അല്ലെ. sudden emotion. Those sentences which express emotion such as wonder, happiness അല്ലെ. അത്ഭുതം, emotion, passion. അതിനെന്താ പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഓക്കെ. ഇനി എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകത? എന്താ ഇത് പറഞ്ഞു അല്ലെ. എന്താണ്? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലെ. അപ്പൊ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും അല്ലെ. എക്സ്ക്ലമേറ്ററി ആണോ എങ്ങനെ തിരിച്ചറിയാം?
വാട്ട് എ ലവ്ലി സീ What a lovely sea. എന്ന് മാത്രമല്ല എന്താവും ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും അല്ലേ? അപ്പൊ എളുപ്പ അല്ലെ? വേഗം തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ സെന്റൻസ് 4 എണ്ണം ഉണ്ട്, അത് പഠിച്ചോളൂ. ഇനി സെന്റൻസിനെ തന്നെ ക്ലോസ് സ്ട്രക്ചർ പ്രമാണിച്ച് 4 ആക്കി ക്ലാസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് സ്ട്രക്ചർ, അപ്പൊ ക്ലോസ് സ്ട്രക്ചർ വെച്ച് 4 ആക്കി ക്ലാസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ക്ലോസും സെന്റൻസും? ക്ലോസ് എന്ന് പറഞ്ഞാല് ഒരു സബ്ജക്റ്റും ഉണ്ടാവും, വെർബും ഉണ്ടാവും. പക്ഷെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റും ഉണ്ടാവും, പ്രെഡിക്കേറ്റും ഉണ്ടാവും. ഇറ്റ് ഈസ് കംപ്ലീറ്റ് അല്ലെ, പൂർണ്ണമായ അർത്ഥം നൽകും. ദ ബോയ് റൺസ് ഡെയിലി. ദ ബോയ് റൺസ് ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അത് ക്ലോസ് ആണ് അല്ലെ? ദ ബോയ് റൺസ് ഡെയിലി. ഇതിനെ ക്ലോസ്, ഒരു സബ്ജക്റ്റും ഉണ്ട്, ഒരു വെർബും ഉണ്ട് അല്ലെ? സബ്ജക്റ്റും വെർബും തന്നെ എന്താ പറയാ? ക്ലോസ് പറയും. ഈ സെന്റൻസ് ആണെങ്കിൽ എന്താ? ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. അതിന് പൂർണ്ണമായ അർത്ഥം നൽകുന്നു അല്ലെ? അതിനെയാണ് സെന്റൻസ് പറയുന്നത്. അപ്പോ ക്ലോസ് സ്ട്രക്ചർ പ്രമാണിച്ച് നമ്മൾ വാക്യങ്ങളെ 4 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വരെ എളുപ്പമാണ്. ഒന്നാമത്തെ സിമ്പിൾ അല്ലെ, പേര് പോലെ തന്നെ സിമ്പിൾ സെന്റൻസ്. എന്താണെന്ന് പറയാ? വൺ മെയിൻ ക്ലോസ് അല്ലെ? ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. വൺ മെയിൻ ക്ലോസ്, ഒറ്റ മെയിൻ ക്ലോസ് ഉണ്ടാവുള്ളൂ. സിമ്പിൾ സെന്റൻസ് കണ്ടേ വൺ മെയിൻ ക്ലോസ്. അതിന് എക്സാമ്പിൾ പറയാം. ജോൺ ഹാസ് അല്ലെ? ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ. ലണ്ടനിലേക്ക് ജോൺ പോയി എന്ന് പറഞ്ഞാൽ ജോൺ ഹാസ് ഗോൺ ടു ലണ്ടൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ പറയാ? ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. അതിനെന്താ പറയാ? ഒരു മെയിൻ ക്ലോസ്. ഏതൊരു സെന്റൻസസ് ആണോ ഒരു മെയിൻ ക്ലോസ്, അതിനെയാണ് പറയാ സിമ്പിൾ. ഓക്കെ, ഇനി ഏതൊരു സെന്റൻസസ് ഏതൊരു വാക്യങ്ങളാണോ 2 മെയിൻ ക്ലോസസ് അല്ലേ? അതിനെന്താ പറയാ? ഇനി മൂന്നാമത്തെ ഏതൊരു സെന്റൻസ് ആണോ 1 മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ്, 2 or more അല്ലെ? 2 or more സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? അതിനെന്താ പറയാ? അതിനെയാണ് കോംപ്ലക്സ്. ശരി, കോംപ്ലക്സ് സെന്റൻസസ്. ഓക്കെ, കോംപ്ലക്സ് സെന്റൻസസ് മൂന്നാമത്. ഓക്കെ, ഇനി നാലാമത്തെ ഏതാ വരിക? അല്ലെ? 2 or more മെയിൻ ക്ലോസ്, 2 മെയിൻ ക്ലോസസ് അല്ലെ? 2 മെയിൻ ക്ലോസ് ആൻഡ് 1 സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? അതെന്താ പറയുക? കോമ്പൗണ്ട്, കോംപ്ലക്സ് അല്ലെ? കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ, കോമ്പൗണ്ട് കോംപ്ലക്സ് നാലാമത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ. ഇതിന്റെ മിസ് ഇതിന്റെ ഇത് തരും നോട്ട്സ് കേട്ടാ. നോട്ട്സ് ഡോക്കിലാക്കി അയച്ചു തരും കേട്ടോ നിങ്ങൾക്ക്. പിന്നെ 5 ക്വസ്റ്റ്യൻസ് തരും, അത് ആൻസർ ചെയ്യണം കേട്ടാ. 5 ക്വസ്റ്റ്യൻസ് മിസ് ഇപ്പൊ തന്നെ കൊടുക്കും, ടെക്നിക്കൽ ഭാഗത്ത് കൊടുക്കും. അപ്പൊ അത് നിങ്ങള് പഠിച്ചത് വെച്ച് ആൻസർ നോട്ട്സ് ഒക്കെ റെഫർ ചെയ്ത് ഗൂഗിളൊക്കെ എന്തും ഗൂഗിൾ നോക്കിയാൽ കിട്ടൂലേ? ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിന് ചോദിക്കാം കേട്ടാ. അപ്പൊ ഗൂഗിളിൽ നോക്കുക, 5 ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞിട്ട് അയച്ചു തരും, അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ. ഓക്കെ, 100 മാർക്കിന്റെയാണ് ഗ്രാമർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 100 മാർക്കിന്റെയാണ് ഗ്രാമർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് പറയാം, ഒരു ക്വസ്റ്റ്യൻ പറയാം. ഐഡന്റിഫൈ ദ സബ്ജക്ട് ഇൻ ദ സെന്റൻസ്. The first 3 chapters of the book are written in a beautiful style. അപ്പൊ ഏതാ വരിക? ഏതാണ് സബ്ജക്ട്? ഏതാ വരിക? കിട്ടിയ the first 3 chapters in the book. The first 3 chapters of the book are written in a beautiful style. അപ്പൊ ഏതാ സബ്ജക്ട് വരിക? ബുക്ക് അല്ലെ? The first 3 chapters. ഓക്കെ, പിന്നെ ആർ യു എ ഡോക്ടർ, അതെന്ത് സെന്റൻസാ? ആർ യു എ ഡോക്ടർ ഏതാ? ഏത് സെന്റൻസ് അത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആർ യു എ ഡോക്ടർ, നിങ്ങൾ ഒരു ഡോക്ടറാണ്. ചോദ്യരൂപം ഏതാ? ഇനിയല്ല, ഹൗ ഫണ്ടാസ്റ്റിക്. ശരി, ഹൗ ഫണ്ടാസ്റ്റിക്
സൺഡേ ഈസ് എ ഹോളിഡേ. ഏതാ വരിക? സൺഡേ ഈസ് എ ഒരു പ്രസ്താവന. സൺഡേ ഈസ് എ ഹോളിഡേ. ഏതാ വരിക? സൺഡേ ഒരു അവധി ദിവസമാണ്. അപ്പൊ ഏതാ വരിക? ഒരു പ്രസ്താവന അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ ബുക്ക് മിസ്സിന്റെ പേരില് ഒരു ബുക്ക് കീപ്പ് ചെയ്യാം കേട്ടാ, സൂക്ഷിച്ച് വെക്കുക കേട്ടാ. എന്തെങ്കിലും നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക, നോക്കുക കേട്ടാ. ഇന്ന് പഠിച്ചതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക കേട്ടാ. അതുപോലെ ഗൂഗിളിൽ റെഫർ ചെയ്യുക കേട്ടാ. ഗ്രാമർ അല്ലേ, 100 മാർക്കിന്റെ ഗ്രാമർ ഉണ്ടെന്നാണ് പറഞ്ഞേക്കാർക്ക്. അപ്പൊ ഗൂഗിളിൽ നോക്കുക, എല്ലാത്തിനും സെർച്ച് ചെയ്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നോക്കുക, നോട്ട്സ് എഴുതി വെക്കുക, മിസ്സിനോട് ചോദിക്കുക കേട്ടാ. അപ്പൊ നോക്കിയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നോക്കിയിട്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഏതെങ്കിലും ഭാഗത്തിന്? ക്ലിയർ അല്ലേ? സെന്റൻസിനെ വാക്യം എന്താ? ഒരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന പദസമൂഹത്തെ അല്ലെ, എങ്ങനെയാണ് വാക്യം അങ്ങനെ തോന്നുന്നു. അപ്പൊ സെന്റൻസിന് 2 പാർട്സ് ഉണ്ട്, 4 തരം സെന്റൻസ് ഉണ്ട്. പിന്നെ എന്ത് പഠിച്ചു നമ്മള്? ക്ലോസ് സ്ട്രക്ചർ കാണിച്ചും സെന്റൻസിനെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചേക്കണം. ഓക്കെ, ഇതിന് നോട്ട് മിസ് അയച്ചു തരും, ഡോക്കിൽ അയച്ചു തരും, ഇവിടെ നിന്ന് അയച്ചു തരും, ടെക്നിക്കൽ ഭാഗത്ത് നിന്ന് അയച്ചു തരും. പിന്നെ നോട്ട്സ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഏതാണ് പറഞ്ഞത്? ഓരോ മിസ് കയറുമ്പോഴും ആ മിസ്സുമാരുടെ പേരിൽ ഒരു നോട്ട്ബുക്ക് സൂക്ഷിക്കും. ഓക്കെ, ക്ലോസ് സ്ട്രക്ചർ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ക്ലോസ് സ്ട്രക്ചർ എന്താ? ക്ലോസ് സ്ട്രക്ചർ മിസ് പറഞ്ഞേ? ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പമാണ്. എന്താണ്? ഒരു സബ്ജക്ട് അല്ലെ? ക്ലോസ് സ്ട്രക്ചർ പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും. സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷേ സെന്റൻസ് സബ്ജക്റ്റും ഉണ്ടാവും, പ്രെഡിക്കേറ്റും ഉണ്ടാവും, പിന്നെ എന്താ? കംപ്ലീറ്റ് ഇൻ സെൽഫ്, പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദസമൂഹത്തെയാണ് നമ്മള് സെന്റൻസ് പറഞ്ഞത്. ക്ലോസ് സ്ട്രക്ചർ ഒരു പ്രാവശ്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ചോദിക്കട്ടെ. എന്താണ്? ഒരു മെയിൻ ക്ലോസ്. നമ്മള് ക്ലോസ് സ്ട്രക്ചർ പ്രമാണിച്ച് പഠിച്ച് 4 തരത്തില് സെന്റൻസിന്റെ ക്ലാസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മെയിൻ ക്ലോസ്. അപ്പൊ എളുപ്പം അല്ലെ? ഒരു മെയിൻ ക്ലോസിൽ എന്താ പറയുക? സിമ്പിൾ. അപ്പൊ എന്താ എക്സാമ്പിൾ சொல்றது? ജോൺ ഹാസ് അല്ലെ? ജോൺ ഹാസ് ഗോൺ. ഓക്കെ, ജോൺ ഹാസ് ഗോൺ ടു ഇംഗ്ലണ്ട്. ജോൺ ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ്. ജോൺ ഹാസ് ഗോൺ ടു ഇംഗ്ലണ്ട്. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ്? എന്തൊക്കെയുണ്ട് നമുക്ക്? മെയിൻ ക്ലോസ് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും. ഓക്കെ, ആ ഒരു മെയിൻ ക്ലോസ് അല്ലേ ഉള്ളൂ. എന്താണ്? ജോൺ ഹാസ് ഗോൺ ടു ഇംഗ്ലണ്ട്. അപ്പൊ ഏതാ വരുന്നത്? അതിനെയാണ് എന്ത് പറയാ? ഒരു സിമ്പിൾ സെന്റൻസ്. ഒരു മെയിൻ ക്ലോസ് ഉള്ളു, അതിനെയാണ് സിമ്പിൾ സെന്റൻസ്. ഇനി വരുന്നത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം അല്ലെ? 2 മെയിൻ ക്ലോസ് അല്ലെ? 2 മെയിൻ ക്ലോസ്. എന്താ പറഞ്ഞത്? എക്സാമ്പിൾ മിസ് ഐ അറൈവ്. ഇപ്പൊ തന്നെ പിടികിട്ടി അല്ലെ? ഐ അറൈവ്ഡ്. എന്താണ്? സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട് ഇല്ലേ? കഴിഞ്ഞു. സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. അപ്പൊ എന്തായി? ഒരു മെയിൻ ക്ലോസ് കഴിഞ്ഞു അല്ലെ? നമ്മൾ എന്താ പഠിച്ചേ? കോമ്പൗണ്ട് സെന്റൻസ് പറഞ്ഞാല് 2 മെയിൻ ക്ലോസ് അല്ലെ? ഐ അറൈവ്ഡ് ആൻഡ് ദ ബിഗ് ഡോഗ്. ഞാൻ കയറി വന്നപ്പോഴേക്കും പട്ടി കുറയ്ക്കാൻ തുടങ്ങി അല്ലെ? ബിഗ് ഡോഗ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ് അല്ലെ? ഞാൻ കയറി. അപ്പൊ എന്ത് പറ്റി? ഐ അറൈവ്ഡ് അല്ലെ? ഐ അറൈവ്ഡ് ആൻഡ്
The big dog started. പട്ടി കുരയ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു, ആരെ പറ്റി അല്ലെ, ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു, അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ക്ലോസ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു സബ്ജക്റ്റും വെർബും അല്ലെ. സബ്ജക്റ്റ് ഐ അറൈവ്ഡ് ഇത് കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഐ അറൈവ്ഡില് സബ്ജക്റ്റും വെർബും ഉണ്ട്. ഇനി അടുത്തത് the big dog started barking. The big dog അല്ലെ. The big dog ഇതിനകത്തൊന്നുണ്ട് സബ്ജക്റ്റും വെർബും ഉണ്ട്. അപ്പൊ എന്തായി? രണ്ട് മെയിൻ ക്ലോസ് കിട്ടിയില്ലേ? ഒരു മെയിൻ ക്ലോസ് ആണ് സിമ്പിൾ സെന്റൻസ്, രണ്ട് മെയിൻ ക്ലോസ് ആണ് കോമ്പൗണ്ട് കിട്ടിയില്ലേ? ഇനി മൂന്നാമത്തേതാ വരിക? കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസിനെ പറ്റി എന്താ? വൺ മെയിൻ ക്ലോസ് ആൻഡ് ടു ഓർ മോർ അല്ലെ. ടു ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്, അതിന് എന്താ പറയാ? കോംപ്ലക്സ്. ഇനി നാലാമത്തേതാ പറയാ? ടു മെയിൻ ക്ലോസ് ആൻഡ് വൺ അല്ലെ. ടു മെയിൻ ക്ലോസ് ആൻഡ് വൺ സബോർഡിനേറ്റ് ക്ലോസ് എന്താ പറയാ? കോമ്പൗണ്ട് കോംപ്ലക്സ്. സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? ഇനി കൺജങ്ഷൻ അല്ലെ. ദോസ് സെന്റൻസസ് ഏത് വാക്യങ്ങളിലാണോ കൺജങ്ഷൻ യൂസ് ചെയ്ത് വരുന്ന ക്ലോസ്, കൺജങ്ഷൻസ് യൂസ് ചെയ്യണം. കൺജങ്ഷൻ എന്താണ്? രണ്ട് സെന്റൻസ്, രണ്ട് വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയാ? കൺജങ്ഷൻ. ഒരു കൺജങ്ഷൻ പറയും ബട്ട് അല്ലെ. ബട്ട്, ബിക്കോസ്, ബട്ട്, ബിക്കോസ്, ദോ, ആൻഡ് ഓക്കെ. ആൻഡ് ബട്ട് രണ്ട് വാക്യങ്ങൾ സൂചിപ്പിക്കാനാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ ഏതാ വരിക? നമ്മൾ പറഞ്ഞത് സബോർഡിനേറ്റ് ക്ലോസ് മൂന്നാമത്തെ തന്നെ അല്ലെ. മൂന്നാമത്തെ എന്താ പറയാ? കോമ്പൗണ്ട് അല്ലെ. കോംപ്ലക്സ്. കോംപ്ലക്സ് ഒരു മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞ മിസ്? ദോ ഇറ്റ് ഈസ് നോട്ട് റെയിൻ അല്ലെ. മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ അയാൾ റെയിൻകോട്ട് ധരിച്ചിരുന്നു. മഴ ഉണ്ടായിരുന്നില്ല, ദോ അല്ലെ. ദോ ആണ് യൂസ് ചെയ്തേക്കണേ. രണ്ട് വാക്യങ്ങളെ ബന്ധിപ്പിക്കാൻ നമ്മൾ ദോ ഇറ്റ് വാസ് നോട്ട് റെയിനിങ്. നോക്കൂ, കണ്ടില്ലേ ഇവിടെ ദോ, അത് കൺജങ്ഷൻ. അപ്പൊ എന്താ വരിക? കൺജങ്ഷൻ വെച്ച് വന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ദോ ഇറ്റ് വാസ് നോട്ട് റെയിനിങ്. ഓക്കെ. ദോ ഇറ്റ് വാസ് നോട്ട് റെയിനിങ് he is wearing raincoat. അപ്പൊ ഏതാ വരിക? ഇത് മെയിൻ ക്ലോസ്. ഓക്കെ. ഇനി നാലാമത്തെ മിസ് എന്താ പറഞ്ഞത്? രണ്ട് മെയിൻ അല്ലെ. രണ്ട് മെയിൻ, ഒരു സബോർഡിനേറ്റ്. മിസ് എന്താ പറഞ്ഞത്? ഞാനും എന്റെ ബ്രദറും സിനിമയ്ക്ക് പോയി, പക്ഷെ സിസ്റ്റർ സിനിമയ്ക്ക് വന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൾക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഷീ ഹാസ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. അപ്പൊ എന്താ പറഞ്ഞത്? രണ്ട് മെയിൻ ക്ലോസ്. ഞാനും എന്റെ ബ്രദറും സിനിമയ്ക്ക് പോയി, സിസ്റ്റർ വീട്ടിലിരുന്ന് പഠിച്ചു അല്ലെ. അപ്പൊ രണ്ട് മെയിൻ ക്ലോസ്. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് കൺജങ്ഷൻ അല്ലെ. ബിക്കോസ് പറഞ്ഞത് എന്താ? സബോർഡിനേറ്റ് ക്ലോസ്. ബിക്കോസ് ഷീ ഹാഡ് എ ടെസ്റ്റ് കമ്മിങ് അപ്പ്. അവൾക്ക് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ വന്നില്ല. ഇപ്പൊ കിട്ടിയില്ലേ സബോർഡിനെ? മിസ് നോട്ടും കൂടി അയച്ചു തരുമ്പോ ക്ലിയർ ആവും കേട്ടാ. അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു എന്നാണ് തോന്നണത്. അപ്പൊ ചോദിക്കുക, എഴുതി വെക്കുക കേട്ടാ. ബുക്ക് മിസ്സിന്റെ പേരിൽ ബുക്ക് ടീച്ചേഴ്സിന്റെ ഒക്കെ പേരിൽ പേര് കേരള ടീച്ചേഴ്സിന്റെ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ പേരിൽ ഒരു പുസ്തകം പേര് എഴുതി വെക്കുക, നോട്ട്സ് എഴുതി വെക്കുക കേട്ടാ. ഇനി ഡോക്കിൽ അയച്ചു തരും നോട്ട്സ്. 5 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം കേട്ടാ മിസ്. ഇപ്പൊ തന്നെ അവർ അയച്ചു തരും. 5 ക്വസ്റ്റ്യൻ ഇന്ന് കഴിഞ്ഞതിന്റെ 5 ക്വസ്റ്റ്യൻസ് അയച്ചു തരും. അപ്പൊ അത് നോക്കുക കേട്ടാ. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എക്സാമ്പിൾ നോക്കുക കേട്ടാ. സംശയം ഉണ്ടെങ്കിൽ എക്സാമ്പിളുകൾ ചെയ്ത് നോക്കുക. 100 മാർക്കിന്റെ ഗ്രാമർ ഉണ്ട്. നന്നായി ചെയ്യണം കേട്ടാ, നന്നായി ചെയ്യണം. ഇപ്പഴായാലും ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ എല്ലാരും ഇവിടെയൊക്കെ തന്നെ ചേന്നോമ്പലത്തൊക്കെ ഉള്ളവർ തന്നെയാണോ? ചേന്നോമ്പലത്തുള്ളവർ തന്നെയാണോ? എവിടെയെങ്കിലും പറവൂരൊക്കെ അടുത്താണോ? അടുത്തുള്ളവരുണ്ടോ? ആലപ്പുഴ, ആലപ്പുഴ, ആലുവ യൂത്ത് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്, ആലുവ, കോട്ടയം, ഓക്കെ. കോഴിക്കോട്, ആലപ്പുഴ, മലപ്പുറം, ഓച്ചിറ, പത്തനംതിട്ട. ശരി, നമ്മുടെ ക്ലാസ് ഇന്ന് കഴിയാറായിട്ടുണ്ട്. ഓക്കെ.
ആ Thank you. ആ ഓക്കെ Thank you. Thank you, ma'am. ഓക്കെ Thank you, ma'am. ഓക്കെ Thank you. Thank you. Thank you, ma'am.